സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം. പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ. സഫ ജ്വല്ലറി, പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം. 18 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററീസിന്റെ സേവനം തുടരുന്നു. ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി, മഞ്ചേരി റോഡ്, വണ്ടൂർ. മഞ്ചേരി നഗരസഭയിൽ CPM-ന്റെ 35 വർഷത്തെ കുത്തക തകർത്ത് 49-ാം വാർഡ് കരുവാമ്പം പിടിച്ചെടുത്ത് UDF-ലെ PF ഫൈസൽ മോൻ. 43 വോട്ടിനാണ് PF ഫൈസൽ മോൻ വിജയിച്ചത്. UDF പ്രവർത്തകർ അങ്ങാടിയിൽ ആഹ്ലാദ പ്രകടനം നടത്തി. തൻ്റെ കയ്യിലുള്ള വാർഡിലെ പ്രവർത്തകരെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വോട്ടവർ ചെല്ലുമ്പോൾ ഇവിടെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് സ്വന്തം പ്രവർത്തകരെ പോലും വിശ്വാസമില്ലാത്ത ഒരു പാർട്ടിയായി ഇടതുപക്ഷം മാറി എന്നുള്ളതാണ്. പ്രിയപ്പെട്ട ഫൈസൽ കഴിഞ്ഞ പ്രാവശ്യം അവിടെ മത്സരിച്ചപ്പോൾ ചെറിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ടിട്ട് പോലും ആ പ്രദേശത്ത് അദ്ദേഹം നിറഞ്ഞു നിന്നതുകൊണ്ടാണ് ഇത്രമാത്രം ഭൂരിപക്ഷത്തിന് പ്രിയപ്പെട്ട ഫൈസൽ മോഹൻ വിജയിക്കാൻ കഴിഞ്ഞത്. അതിലുപരി മഞ്ചേരി നഗരസഭയിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ വികസന കാര്യങ്ങൾ നമുക്കറിയാം. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് വീടെന്ന സ്വപ്നം. ആ വീടെന്ന സ്വപ്നത്തിനോടൊപ്പം പറന്നുകയറാൻ മഞ്ചേരി നഗരസഭയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ജനങ്ങളിൽ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ വിശ്വാസം. ഞാൻ ഒരു കാര്യം കൂടി എടുത്തു പറയാം. മഞ്ചേരി നഗരസഭയിലെ കരുവമ്പറം വാർഡിൽ നിരവധി വീടുകൾ പ്രിയപ്പെട്ട ഞാനും ചെയർപേഴ്സണും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നഗരസഭയിൽ കഴിഞ്ഞ 9 വർഷത്തിനിടയ്ക്ക് ഏകദേശം 11ഓളം വീടുകൾ ഞങ്ങൾ നേരിട്ട് നൽകിയിട്ടുണ്ട്. അവിടെ ഒരു കൗൺസിലറുണ്ട്. അദ്ദേഹം രാഷ്ട്രീയം നോക്കിയിട്ട് അവിടെ പ്രവർത്തിച്ചിട്ടുള്ളൂ. ഞങ്ങളുടെ നിരപരാധികളായ നിരവധി ആളുകൾക്ക് വീട് കൊടുക്കാൻ അദ്ദേഹം പറഞ്ഞ കാരണം വീട് നൽകാൻ താൻ ഈ പാർട്ടിക്കാരനല്ല. എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ ശ്രോതാക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഒരു സ്ഥാനാർത്ഥി ജയിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥി എല്ലാവരുടെയും കൗൺസിലറാണ്. അവിടെ CPM-നെ പോലെയുള്ള ഒരു പാർട്ടി ഇത്തരം സംസാരങ്ങൾ സംസാരിച്ചത് കൊണ്ടാണ് അവർക്ക് കിട്ടിയ ഈ തിരിച്ചടി. മഞ്ചേരി നഗരസഭയുടെ ഒരു ഭരണ നേട്ടമാണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. നമ്മൾ ഒരുപാട് അഴിമതി കേസുകളും ഇല്ലാത്ത കുതന്ത്രങ്ങളും ഒക്കെ പരത്തി ജനങ്ങളെ വോട്ട് വാങ്ങുന്നതിന് വേണ്ടി ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പ്രചരിപ്പിച്ച് ആ വാർഡിൽ ഫ്ലക്സും മറ്റു വാട്സപ്പ് ഫേസ്ബുക്കും ഒക്കെ വിട്ടെങ്കിലും ജനങ്ങൾ തിരിച്ചറിഞ്ഞ് യഥാർത്ഥം മനസ്സിലാക്കി എന്നതാണ് ഇന്നത്തെ ഈ വിജയം. അതായത് നമ്മൾ അരിയായ സ്കൂളിന് സ്ഥലമെടുപ്പ്, FSTP, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾക്കാണ് അവിടെയൊക്കെ അവർ പ്രചരണം നടത്തുന്നത്. സത്യത്തിൻ്റെ ഒപ്പം ദൈവം നോക്കുന്നു. അല്ലാഹു അതിന് ഞങ്ങളെ സഹായിച്ചു, അത്ര മാത്രമുള്ളൂ. എങ്കിൽ ഇനിയും ഞങ്ങൾ കൗൺസിലർമാരായി ജയിച്ചാൽ, ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഫൈസൽ മോനെ അവിടെ തോറ്റിട്ടുണ്ടെങ്കിലും ആ വാർഡ് സജീവമായിട്ട് പൊതുജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു എന്നുള്ളത് നമുക്കറിയാം. നഗരസഭയ്ക്ക് കിട്ടുന്ന ഫണ്ടും സർക്കാർ വീതങ്ങളൊക്കെ കുറവാണെങ്കിലും ഞങ്ങളതൊന്നും വകവെക്കാതെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഭരണസമിതിയാണ് നിലവിലുള്ളത്. വോട്ട് ചെയ്ത എല്ലാ വോട്ടർമാർക്കും ഒരുപാട് നിങ്ങൾക്ക് നന്ദിയുണ്ട്. വാർഡിലെ മുൻ കൌൺസിലറായിരുന്ന CPM-ലെ P. വിശ്വനാഥനെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അയോഗ്യനാക്കിയതോടെയാണ് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. ഒരേസമയം നഗരസഭാ കൌൺസിലറായും മലബാർ ദേവസ്വം ക്ഷേത്ര ജീവനക്കാരനായും സർക്കാരിൽ നിന്ന് ഇരട്ട പദവി ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയതിനെ തുടർന്നാണ് അയോഗ്യനായത്. പുതുക്കിയ പട്ടിക പ്രകാരം 1085 വോട്ടർമാരാണ് വാർഡിലുള്ളത്. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം. ലൈബ വെഡിംഗ് സെന്റർ, വെഡിംഗ് ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ, പൂക്കോട്ടം പാടം, വണ്ടൂർ.